അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം കഴിഞ്ഞ ദിവസം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 66 ഒന്നാമത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ ഒരു ചോദ്യം കൂടിയുണ്ട്, അത് എന്താണെന്ന് നോക്കാം. ദി ഡിഫറൻസ് ഓഫ് ദി പ്രൊഡക്ട്സ് ഓഫ് ടു നമ്പേഴ്സ് അറ്റ് ദി എൻഡ്സ് ആൻഡ് 2 ഇൻ ദി മിഡിൽ ഓഫ് 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് തൊട്ടടുത്തുള്ള 6 നാച്ചുറൽ നമ്പേഴ്സ് 6 എണ്ണൽ സംഖ്യകളിൽ അറ്റത്തുള്ള 2 സംഖ്യകളുടെയും അതുപോലെ തന്നെ നമ്മുടെ സെൻറ്ററിലുള്ള നടുവിലുള്ള 2 സംഖ്യകളുടെയും ഗുണനഫലങ്ങൾ പ്രൊഡക്ട്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ 2 അറ്റത്തുള്ള സംഖ്യകളുടെ പ്രൊഡക്ട്സും അതുപോലെ തന്നെ നടുവിലുള്ള സംഖ്യകളുടെ പ്രൊഡക്ട്സും തമ്മിലുള്ള വ്യത്യാസം അത് രണ്ടാണെന്ന് നമുക്കറിയാം. അത് നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് തെളിയിക്കുകയും ചെയ്തു. ഓർമ്മയുണ്ടല്ലോ. ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തൊട്ടടുത്തുള്ള 4 പകരം 6 എണ്ണൽ സംഖ്യകളാണ്. അവയുടെ 2 അറ്റത്തുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, അതുപോലെ തന്നെ നടുവിലുള്ള 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരങ്ങൾ അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇതാണ് ചോദ്യം. അത് നമ്മൾ എന്ത് ചെയ്യണം? ബീജഗണിതം ഉപയോഗിച്ച് അത് നമ്മൾ തെളിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം തുടർച്ചയായ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 6 എണ്ണൽ സംഖ്യകൾ എഴുതാം, നാച്ചുറൽ നമ്പേഴ്സ് എഴുതാം. അപ്പോൾ ഞാനിവിടെ 1, 2, 3, 4, 5, 6 ഞാനിപ്പോൾ തുടർച്ചയായ 6 എണ്ണൽ സംഖ്യകൾ എഴുതി. അപ്പോൾ ഏത് വേണമെങ്കിലും എഴുതാം, തുടർച്ചയായതാവണം എന്നേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2 അറ്റത്തുള്ള സംഖ്യകൾ തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം, അതുപോലെ നടുവിലുള്ള 2 സംഖ്യകൾ തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 അറ്റത്തുള്ളത് തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ എന്ത് വരും? 1 × 6 അല്ലേ, 6. ഇനി നമുക്ക് ഈ നടുവിലുള്ള 2 സംഖ്യകൾ തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. അതായത് 3 × 4 12. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? എത്രയാണ്? 12 - 6 6 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി ഡിഫറൻസ് 6. ഇനി നമുക്ക് വേറൊരു സെറ്റും കൂടി എടുത്ത് ചെയ്ത് നോക്കാം. വേറെ തുടർച്ചയായ വേറൊരു 6 എണ്ണൽ സംഖ്യകൾ കൂടി എടുക്കാം. ഇഷ്ടമുള്ള എടുത്തോളൂ. ഇപ്പം നമുക്ക് 4, ഇപ്പം ഞാൻ എടുക്കുന്നു 4, 5, 6, 7, 8, 9 6 ഉണ്ടായി അല്ലേ. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അറ്റത്തുള്ള 2 തമ്മിൽ ഗുണിക്കുക, നടുവിലുള്ള 2 തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. ഇപ്പം എന്ത് വരും? 4 × 9 അല്ലേ. 4 × 9 36 കിട്ടി. ഇനി എന്ത് വരും? നടുവിലുള്ളത് 6 × 7 42. ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരും? 36 42 അല്ലേ. ഇവിടെയും ഡിഫറൻസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 6 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ തുടർച്ചയായ ഏത് 6 എണ്ണൽ സംഖ്യകൾ എടുത്തിട്ട് അതിൻ്റെ നടുവിലുള്ളതും അതിൻ്റെ അറ്റത്തുള്ളതും തമ്മിൽ ഗുണിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 6 തന്നെയായിരിക്കും കിട്ടുക. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടർച്ചയായ 4 എണ്ണമാണ് എടുക്കുന്നതെങ്കിൽ ഇതേ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഡിഫറൻസ്? 2 ആണ് ഡിഫറൻസ് അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? ഇത് നാം ബീജഗണിതം ഉപയോഗിച്ച് ആൾജിബ്ര ഉപയോഗിച്ച് നാം ഒന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നാം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 6 എണ്ണൽ സംഖ്യകൾ എഴുതണം അല്ലെ, നാച്ചുറൽ നമ്പേഴ്സ് എഴുതണം. ആദ്യം എടുക്കുന്ന സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക, ഒന്നാമത്തെ സംഖ്യ. അത് വേണമെങ്കിൽ 4, 5, 6 ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും? അതിൻ്റെ കൂടെ 1 കൂട്ടണം അല്ലേ. പിന്നത്തെ സംഖ്യ അതിൻ്റെ കൂടെ 2 കൂട്ടണം അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് 6 സംഖ്യകൾ ആദ്യം എഴുതാം. അപ്പോൾ നമ്പേഴ്സ് ഒന്ന് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ കൂടെ 1 കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടും. പിന്നെ എക്സിൻ്റെ കൂടെ 2 കൂട്ടിയാൽ നമുക്ക് അടുത്ത സംഖ്യ കിട്ടും. പിന്നെ x+3, പിന്നെ x+4, പിന്നെ x+5. അപ്പോൾ ഇതാണ് നമ്മുടെ 6 എണ്ണൽ സംഖ്യകൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 അറ്റത്തുള്ളതും ഗുണിച്ച് നോക്കാം, 2 നടുവിലുള്ളതും തമ്മിൽ ഗുണിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് അറ്റത്തുള്ള 2 എണ്ണം, ഇവ തമ്മിലൊന്ന് ഗുണിക്കുക. അതിനുശേഷം ഈ നടുവിലുള്ള 2 എണ്ണം തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ അറ്റത്തുള്ളത് നോക്കണം എക്സും x+5 അല്ലേ. അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കിയാൽ എക്സും x × x+5. ഇവിടെ എങ്ങനെ നമുക്ക് ഗുണിക്കാം? ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം അല്ലേ. അപ്പോൾ x × x x² പ്ലസ് 5 × x 5x. അപ്പോൾ നമുക്കിവിടെ കിട്ടി x² പ്ലസ് 5x എന്നിവിടുത്തെ ആൻസർ കിട്ടി. ഇനി നമുക്ക് നടുവിലുള്ളത് തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ എന്ത് വരും? x + 2
ഇൻറ്റു എക്സ് പ്ലസ് 3. ഇവിടെ നോക്കിയേ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുക? ഇവിടെ നോക്കിയാൽ ഇവിടെ 2ഉം ഇവിടെ 3 ആണ് അല്ലേ? ഇവിടെ വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ തന്നെ ഉപയോഗിക്കേണ്ടി വരും അല്ലേ? അതായത് ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുക, അതിനുശേഷം ഇതുകൊണ്ട് ഇതിനെയും ഗുണിക്കുക, ഇങ്ങനെയും ഗുണിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു എക്സ്, ആദ്യത്തെ പദം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 3 പ്ലസ് ഇനി 2 കൊണ്ട് 2 ഇൻറ്റു എക്സ് പ്ലസ് ഇനി 2 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 3 3x പ്ലസ് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 3 6. ഇനി നോക്കിയേ, ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റുമല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2x അല്ലേ? അതായത് പ്ലസ് 5x, ബാക്കി ഇവിടെ പ്ലസ് 6. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് കിട്ടിയ 2 ഉത്തരങ്ങളൊന്നും നോക്കിയേ. ആദ്യം കിട്ടിയത് എക്സ് സ്ക്വയർ പ്ലസ് 5x, ഇപ്പോൾ കിട്ടിയത് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 അല്ലേ? അപ്പോൾ ഇവർ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഏതാണ് നമുക്കിവിടെ കൂടുതൽ വരുന്നത്? 6 കൂടുതൽ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x ഇവിടെയുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 5x ഇവിടെയുണ്ട്, പ്ലസ് 6 ആണ് ഇവിടെ കൂടുതൽ. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6 ആണ് വ്യത്യാസം അല്ലേ? ആ വ്യത്യാസം തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്? ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? തൊട്ടടുത്തുള്ള 6 എണ്ണൽ സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ 2 അറ്റത്തുള്ള 2 സംഖ്യകളുടെ ഗുണനഫലവും അതുപോലെ നടുക്കുള്ള 2 സംഖ്യകളുടെ ഗുണനഫലവും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴെന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? ഗിവൺ ബിലോ ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് ദി പ്രൊഡക്റ്റ് 36 ഇൻറ്റു 28. അതായത് 36ഉം 28ഉം തമ്മിൽ ഗുണിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 36 ഇൻറ്റു 28 നാം സാധാരണ ഗുണിക്കാറ് എങ്ങനെയാണ്? 36ഉം 28ഉം അടിയിലടിയിൽ എഴുതി അല്ലേ? എന്നിട്ട് നമ്മൾ 8 കൊണ്ട് 6നെ ഗുണിച്ചു, പിന്നെ 3നെ ഗുണിച്ചു, പിന്നെ എല്ലാം കൂടി കൂട്ടി അങ്ങനെയാണ് ചെയ്യാറ്. ഇവർ മറ്റൊരു രീതി കാണിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മളോട് വേറെ 2 സംഖ്യകൾ കൂടി എടുത്തിട്ടൊന്ന് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് വേണം? ഇവർ ഏത് രീതിയിലാണ് ഇത് ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കണം വേണ്ടേ? അപ്പം നോക്കിയേ, നമുക്ക് 36 ഇൻറ്റു 28. ആദ്യം ഇവിടെ എന്ത് ചെയ്തു? 3 ഇൻറ്റു 2 ഈക്വൽ ടു 6. 3 ഇൻറ്റു 2, അതായത് ഇവിടെ ആദ്യത്തെ ഈ സംഖ്യയിൽ ഇത് 10ൻ്റെ സ്ഥാനത്ത് എടുക്കുന്നത് അല്ലേ? ടെൻസിൻ്റെ സ്ഥാനത്ത് എടുക്കുന്നത് 3. ഇവിടെയും ടെൻസിൻ്റെ സ്ഥാനത്ത് എടുക്കുന്നത് 2 അല്ലേ? അപ്പോൾ ആദ്യം 3ഉം 2ഉം തമ്മിൽ ഗുണിച്ചു, അപ്പോൾ 6 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ 2 ടെൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവർ 100 കൊണ്ട് അതിനെ ഗുണിച്ചു. അപ്പോൾ അങ്ങനെ 600 കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്തിട്ടുള്ളൂ നോക്കിയേ. ഇതിൻ്റെ ടെൻസും ഇതിൻ്റെ വൺസും തമ്മിൽ ഗുണിച്ചു. പിന്നെ എന്ത് ചെയ്തു? 6ഉം 2ഉം ഇതിൻ്റെ വൺസും ഇതിൻ്റെ ടെൻസിൻ്റെ സ്ഥാനത്ത് എടുക്കുന്നത് തമ്മിൽ ഗുണിച്ചു. ഇതിൻ്റെ 10ാം സ്ഥാനവും ഇതിൻ്റെ ഒറ്റ സ്ഥാനവും ഇതിൻ്റെ ഒറ്റ സ്ഥാനവും ഇതിൻ്റെ 10ാമത്തെ സ്ഥാനവും അത് തമ്മിൽ ഗുണിച്ചിട്ട് അവർ തമ്മിൽ കൂട്ടി. അപ്പം 3 ഇൻറ്റു 8 പിന്നെയോ 6 ഇൻറ്റു 2 എന്നിട്ട് അവർ തമ്മിൽ കൂട്ടി. അപ്പം 36 കിട്ടി. ഈ 36 എന്ത് ചെയ്തു? 10 കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് 360. അടുത്ത് എന്ത് ചെയ്തു? ഇതിൻ്റെ വൺസിൻ്റെ സ്ഥാനത്ത് എടുക്കുന്നതും ഇതിൻ്റെ വൺസിൻ്റെ സ്ഥാനം, അതായത് 2ൻ്റെയും വൺസിൻ്റെ സ്ഥാനത്ത് തമ്മിലുള്ളത് ഗുണിച്ചു. 6 ഇൻറ്റു 8 48. അപ്പോൾ 3 സ്റ്റെപ്പുകൾ മനസ്സിലായല്ലോ. ആദ്യം ഇതിൻ്റെ 10ാം സ്ഥാനവും ഇതിൻ്റെ 10ാം ഇത് തമ്മിൽ ഗുണിച്ചു. അവസാനത്തത് ഇതിൻ്റെ വൺസുകൾ തമ്മിൽ ഗുണിച്ചിട്ടിരിക്കുന്നു. നടുവിൽ എന്ത് ചെയ്തു? ഇതിൻ്റെ 10ഉം ഇതിൻ്റെ ഒറ്റയും, ഇവിടെ ഇതിൻ്റെ ഒറ്റയും ഇതിൻ്റെ 10ഉം, എന്നിട്ട് അവർ തമ്മിൽ കൂട്ടി. ഇത്രയാണ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് അങ്ങനെ എല്ലാം കൂടി കൂട്ടിയപ്പോൾ 600 പ്ലസ് 360 പ്ലസ് 48 1008 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വേറെ 2 സംഖ്യകൾ എടുത്തുകൊണ്ട് ഇതേ രൂപത്തിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ഡിജിറ്റ് നമ്പറുകൾ 2 എണ്ണം എടുക്കാം. അപ്പോൾ ഞാനിവിടെ 18 ഇൻറ്റു 34 എടുത്തെന്ന് വിചാരിക്കാം. 18 ഇൻറ്റു 34 ഞാൻ എടുത്തത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് വേണം? നമുക്കറിയാം ഇതിൻ്റെ 10ാം സ്ഥാനം 2ൻ്റെ 10ാം സ്ഥാനം തമ്മിലുള്ളതാണ് ആദ്യം തമ്മിൽ ഗുണിച്ചിട്ടിരിക്കുന്നത് അല്ലേ? 3 ഇൻറ്റു 2. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ ചെയ്യാം. 1 ഇൻറ്റു 3 അല്ലേ? 1 ഇൻറ്റു 3 സീക്വൽ ടു എത്ര ഇടും? 3.
ഇനി എന്ത് ചെയ്തിരിക്കണ്, അതിനെ എത്ര കൊണ്ട് ഗുണിച്ചു, 100 കൊണ്ട് ഗുണിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് അതേ രൂപത്തിൽ തന്നെ ആ 3നെ നമുക്ക് 100 കൊണ്ട് ഗുണിച്ചിടാം. അപ്പോൾ എത്ര കിട്ടി, 300 കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്ന് നോക്കിയേ, ഇനി 3 × 8 അല്ലേ, അതായത് ഇതിൻ്റെ ഇതും തമ്മിൽ ഗുണിച്ചു, പിന്നെയോ ഇതും തമ്മിൽ ഗുണിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഇത് അല്ലേ ടെൻസിൻ്റെ സ്ഥാനത്ത് വെക്കുന്ന 1 ആണ്. അപ്പോൾ നമുക്ക് 1 × ഇതിൻ്റെ ഒറ്റ സ്ഥാനത്ത് എടുക്കുന്നത് എത്രയാണ്, 4. അപ്പോൾ 1 × 4 പിന്നെ ഇത് തമ്മിൽ ഗുണിക്കണം, ഇതിൻ്റെ വൺസിൻ്റെ സ്ഥാനത്തുള്ളതും ഇതിൻ്റെ ടെൻസിൻ്റെ സ്ഥാനത്തുള്ളതും അല്ലേ. അപ്പോൾ 8 × 3 8 × 3 എന്നിട്ട് അവ തമ്മിൽ കൂട്ടി. അപ്പോൾ എത്ര കിട്ടും, 1 × 4 4, 8 × 3 24 അല്ലേ. അപ്പോൾ 24 4 28. അപ്പോൾ കിട്ടിയ ഉത്തരത്തെ എന്ത് ചെയ്യണം, 28 എന്തുകൊണ്ട് ഗുണിക്കണം, 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 280. ഇനി അടുത്ത് എന്താണ്, ഈ രണ്ട് വൺസുകൾ തമ്മിൽ വൺസിൻ്റെ സ്ഥാനത്ത് എടുക്കുന്ന രണ്ടും തമ്മിൽ ഗുണിച്ചു അല്ലേ, 6 × 8. അപ്പോൾ ഇവിടെ തമ്മിൽ ഗുണിക്കണം, 8 × 4 8 × 4 4 × 8 എത്രയാണ്, 32. ഇന്ന് കൂട്ടി നോക്കിയേ. അപ്പോൾ ഇതാണ് നാം 18 × 34. ആൻസർ എത്ര കിട്ടി, 2 11 1 6 അല്ലേ, 612. അപ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടി 612. ഇപ്പോൾ നമ്മൾ സംഖ്യകൾ ഉപയോഗിച്ചാണ് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് ബീജഗണിതം ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്, നമ്മുടെ രണ്ടക്ക സംഖ്യകൾ നാം എങ്ങനെ എഴുതാറുണ്ട് സാധാരണ, 10m + n എന്ന രൂപത്തിലാണ് എഴുതാറ്. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചുകൊണ്ട് അടുത്ത ബീജഗണിതം എഴുതിയിട്ട് ഇതൊന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടക്ക സംഖ്യകളെ 10m + n എന്ന രൂപത്തിൽ എങ്ങനെയാണ് എഴുതാൻ കാരണം, അതായത് രണ്ടക്ക സംഖ്യയിലെ 2 ഡിജിറ്റുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 3ഉം 5 വിചാരിക്കുക, 3ഉം 5 ആ 2 ഡിജിറ്റുകൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ സംഖ്യ എത്രയായിരിക്കും, അതായത് സംഖ്യ എന്ന് പറയുമ്പോൾ 10ാം സ്ഥാനത്ത് കിടക്കുന്നത് 3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, 10 × 3 എന്ന് എഴുതും അല്ലേ. പ്ലസ് ഒറ്റയുടെ സ്ഥാനത്താണ് 5, അതുകൊണ്ട് നാം 1 × 5 എന്ന് എഴുതും. അതായത് 10ന്റെ സ്ഥാനത്താണ് 3 അല്ലേ. അപ്പോൾ 10 × 3 10 × 3 എന്ന് പറഞ്ഞാൽ 30 പ്ലസ് ഒറ്റയുടെ സ്ഥാനത്ത് 5 1 × 5 5. അങ്ങനെയാണ് നമുക്ക് ഈ സംഖ്യ 35 എന്ന് കിട്ടുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ നാം ഇവിടെ എക്സും വൈ ആണെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ 10ാം സ്ഥാനത്ത് കിടക്കുന്നതാണ് അല്ലേ എക്സ്, ഇത് ഒറ്റയുടെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇത് 10ന്റെ സ്ഥാനത്താണ്, 10 × x, അതിൻ്റെ കൂടെ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന ഏതാണ്, വൈ അല്ലേ. അതായത് 1 × y, 10 × x 10x + y എന്ന് എഴുതാം. അപ്പോൾ എക്സും വൈ ആണ് 2 ഡിജിറ്റ് എങ്കിൽ നാം 10x + y എന്ന് എഴുതും. ഇപ്പോൾ എമ്മും n ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 10m + n എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ തന്ന സൂചന. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നാം രണ്ടക്ക സംഖ്യകൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നിന് എന്ത് പറയാം, ഒന്ന് 10m + n എന്ന് കൊടുക്കാം, അടുത്തതിന് നമുക്ക് 10x + y എന്ന് കൊടുക്കാം. അപ്പോൾ 2 സംഖ്യകളായി. അപ്പോൾ നമ്മുടെ സംഖ്യകൾ ഒന്ന് 10x + y, അടുത്തത് 10m അല്ലേ, m + n. ഇതാണ് നമ്മുടെ 2 ഇരട്ട സംഖ്യകൾ. ഞാൻ ഇവിടെ തമ്മിൽ ഗുണിക്കാൻ പോണ് = 2. ഇപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കടിൽക്ക് എഴുതി പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് 10x കൊണ്ട് ഇതിലെ ഓരോന്നിനെയും ഗുണിക്കണം വേണ്ടേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, 10x × 10m 10x × 10m പ്ലസ് ഇനി എന്ത് വേണം, 10x × n 10x × n പ്ലസ് ഇനി ഇത് കൊണ്ട് അല്ലേ y കൊണ്ട് ഇതിനെയും ഗുണിക്കണം. y × 10m, ഞാൻ അടിയിൽ എഴുതാണ്, y × 10m പ്ലസ് y × n എന്നെഴുതാം. = എന്ത് വരും, 10x × 10m 10 × 10 100 100xm പ്ലസ് 10x × n
10xn പ്ലസ് y ഇൻറ്റു 10m 10ym അല്ലേ 10ym പ്ലസ് y ഇൻറ്റു n പ്ലസ് yn. ഇനി നമുക്ക് ഇവരെ പരസ്പരം കൂട്ടാനൊന്നും പറ്റില്ല അല്ലേ, വ്യത്യസ്ത ചരങ്ങളൊക്കെ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ നമുക്കിതിൽ കോമൺ ആയതിനെ പുറത്തെടുക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ 100xm 10xn 10ym പ്ലസ് yn. ynൽ 10 ഒന്നുമില്ല അല്ലേ, ഇതിൽ 3ലും നമുക്ക് 10 ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറ് എന്താണ്, 10 പുറത്തെടുക്കും, 3ൽ നിന്നും 10നെ പുറത്തെടുക്കും അല്ലേ. പക്ഷേ ഇവിടെ തൽക്കാലം നമുക്ക് 100ൽ നിന്ന് 10നെ പുറത്തെടുക്കേണ്ട, കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 100 കൊണ്ട് ഗുണിക്കേണ്ടതായി നാം വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇതങ്ങനെ തന്നെ കിടന്നോട്ടെ, ഇതിൽ നിന്ന് മാത്രം നമുക്ക് 10നെ പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സീക്വൽ ടു 100 xm പ്ലസ് ഇവിടെ 10, രണ്ടിലും 10 ഉണ്ട്, 10നെ പുറത്തെടുത്തു, ഇൻറ്റു ബാക്കി എന്തുണ്ട് xn പ്ലസ് ഇവിടെ 10 പോന്നു കഴിഞ്ഞാൽ ym, അത് കഴിഞ്ഞു അല്ലേ. പ്ലസ് ഇനി എന്തുണ്ട് yn ഉണ്ട്, ഈ yn. അപ്പം നമുക്കിങ്ങനെ എഴുതി. ഇനി നമുക്ക് നാം ഈ ചെയ്തതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 10x പ്ലസ് y ഇൻറ്റു 10m പ്ലസ് n തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരമാണിത്. അപ്പോൾ ഇതിലെ ഉത്തരത്തിൻ്റെ ആദ്യത്തെ പദം ഒന്ന് നോക്കിയേ, ഇവിടെ 3 പദങ്ങളുണ്ട് അല്ലേ. 10x പ്ലസ് m, അതിൻ്റെ കൂടെ ഏത് കൂട്ടി 10 ഇൻറ്റു xn പ്ലസ് ym, അതിൻ്റെ കൂടെ പിന്നെ ഏത് കൂട്ടി yn കൂട്ടി, അങ്ങനെ 3 പദങ്ങളുണ്ട്, 3 തമ്മിൽ കൂട്ടിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് നാം ആദ്യം ചെയ്തത്, 100xm 100നെ 100 കൊണ്ട് xmനെ 100 കൊണ്ട് ഗുണിച്ചു. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് x, ഇതാണ് m അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, 1നെയും 3നെയും ഇവർ തമ്മിൽ ഗുണിച്ചു, അതിനെ 100 കൊണ്ട് ഗുണിച്ചു. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്തത് അല്ലേ. അതായത് ഇവിടെയും നോക്കിയേ, ഇവിടെ ഇവർ തമ്മിൽ ഗുണിച്ചു, 3×2 ഗുണിച്ചു, ആ കിട്ടിയ ഉത്തരത്തെ 100 കൊണ്ട് ഗുണിച്ചു. അതാണ് നാം ഇവിടെയും ചെയ്യുന്നത്. അതായത് ഇവർ തമ്മിൽ ഗുണിച്ചു, എക്സും എമ്മും തമ്മിൽ ഗുണിച്ചിട്ട് നാം എന്ത് ചെയ്തു, അതിനെ 100 കൊണ്ട് ഗുണിച്ചു. ഇനി നമുക്ക് അടുത്ത പദം എന്താണ് ചെയ്തതെന്ന് നോക്കിയേ, xn പ്ലസ് ym, xmനും ഗുണിച്ചു ym ഗുണിച്ചു, അത് തമ്മിൽ കൂട്ടി അതിനെ 10 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ xnഉം ym തമ്മിൽ ഗുണിച്ചു. ഇനി ഇവിടെ നോക്കിയേ, x ഇത് n ഇത്, അപ്പോൾ xnഉം തമ്മിൽ ഗുണിച്ചു, അതായത് 1ഉം 4ഉം തമ്മിൽ ഗുണിച്ചു. പിന്നെന്ത് ചെയ്തു, ym ഏതാണ്, ഇത് y ഇത് m, ഇവ തമ്മിൽ ഗുണിച്ചു, 8ഉം 3ഉം തമ്മിൽ ഗുണിച്ചു, എന്നിട്ട് അവർ തമ്മിൽ കൂട്ടി, xn പ്ലസ് ym അല്ല. അപ്പോൾ ഇതും ഗുണിച്ചു, ഇതും ഗുണിച്ചു, അവർ തമ്മിൽ കൂട്ടി. അത് തന്നെയാണ് നാം ഇവിടെയും ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു, ഇവിടെ ആ കിട്ടിയ ഉത്തരത്തെ 10 കൊണ്ട് ഗുണിച്ചു. നാം ഇവിടെയും എന്ത് ചെയ്തു, ഈ കിട്ടിയ ഉത്തരം 28 നാം 10 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 250 കിട്ടി. അപ്പോൾ ഈ ചെയ്തതും ഇതേ രൂപത്തിൽ തന്നെയാണ്. ഇനി നമ്മുടെ അവസാനത്തെ പദം ഏതാ കിട്ടിയത്, yn. ഈ 2 ഒറ്റയുടെ സ്ഥാനത്തെടുക്കുന്ന 2 പദങ്ങൾ അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 8ഉം 4ഉം അല്ലേ, 8ഉം 4ഉം നമ്മൾ ഗുണിച്ചു, 32, ആ യും എന്നും അത് നാം ഇവിടെ എഴുതി. ഇനി അവസാനം എന്ത് ചെയ്തു, ഈ കിട്ടിയ 3 തമ്മിൽ കൂട്ടി അല്ലേ. നാം ഇവിടെയും ഈ കിട്ടിയ 3 300 250 32 ഇത് 3ഉം കൂട്ടി. അപ്പോൾ നമുക്ക് 612 കിട്ടി. അപ്പോൾ നമുക്ക് ഈ ചെയ്ത രീതി ബീജഗണിത രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ